കരുവാരകുണ്ട് പുൽവട്ട GLP സ്കൂളിൽ കുട്ടികൾക്ക് ആവശ്യമായ കായികോപകരണങ്ങളും പഠനോപകരണങ്ങളും വാങ്ങുന്നതിനും ഓഡിറ്റോറിയത്തിലേക്ക് ആവശ്യമായ ഫാനുകൾ വാങ്ങുന്നതിനും ധനസഹായം നൽകിയ പ്രതീക്ഷ ചാരിറ്റി മൂവ്മെന്റ് ചെയർമാൻ അയൂബ് മേലോടത്ത് സ്കൂളിലെത്തി ഓഡിറ്റോറിയത്തിലും സ്കൂളിലും ഏർപ്പെടുത്തിയ സൗകര്യങ്ങൾ നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു. സ്നേഹാദരവുകളോടെ മെമന്റോ നൽകിയാണ് സ്കൂൾ അധികൃതർ അയൂബ് മേലോടത്തിനെ സ്വീകരിച്ചത്. സ്കൂളിന് ആവശ്യമായ എന്തു തരത്തിലുള്ള ഭൗതിക സൗകര്യങ്ങളും ഏർപ്പെടുത്തി അറിയിച്ചാൽ അതിന്റെ പൂർണ്ണ ചെലവും വഹിക്കാമെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. കുട്ടിക്കാലത്ത് നമുക്ക് ലഭ്യമാകാത്ത സാമ്പത്തികവും സാമൂഹികമായ സാഹചര്യമായിരുന്നു അന്നൊക്കെ നമ്മളൊക്കെ കുട്ടിക്കാലത്ത്. അത് മാത്രമല്ല, അന്നൊന്നും വെള്ളം ഇത്രമാത്രം മലീമസമാക്കപ്പെട്ടിട്ടുമില്ല. ഏത് രാസവളങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ കീടനാശിനി കൊണ്ടൊന്നും ഭൂമി നാശമാകാത്ത മണ്ണിലാണ് നമ്മളൊക്കെ വളർന്നത്. അതുകൊണ്ട് വെള്ളം പ്യൂരിഫൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് അതൊക്കെ അനിവാര്യതയാണ്. നമ്മുടെ കുട്ടികൾ നല്ല ആരോഗ്യത്തിന് അനിവാര്യതയാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ തന്നെ ചെയ്തോളൂ. അതിനെന്താന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്ത ശേഷം അതിന്റെ ബില്ല് തരാം, പേയ്മെന്റ് ഞാൻ ചെയ്തോളാം. പരിസ്ഥിതിയെയും മനുഷ്യന്റെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായി നിലവിലുണ്ടായിരുന്ന പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും എല്ലാം അതിരുകൾ ലംഘിച്ച് കടന്നുകയറി ചെന്ന് നശിപ്പിച്ചതാണ് ഇന്ന് വയനാട്ടിലടക്കം നാം കാണുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമെന്നും അതിരുകവിഞ്ഞ ആക്രാന്തത്തോടെ മണ്ണിനെയും പ്രകൃതിയെയും ദുരുപയോഗം ചെയ്യുന്നവർ മൂലം നമ്മുടെ നാട്ടിലും പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള അനധികൃത നിർമ്മാണങ്ങളുടെ പേടിപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്നും കീടനാശിനി പ്രയോഗങ്ങൾ മൂലം നശിപ്പിക്കാത്ത മണ്ണും വെള്ളവും നാം ഇതുവരെ കാത്തുസൂക്ഷിച്ചുവെന്നും വരും തലമുറയ്ക്ക് ആ അറിവ് പകർന്നു നൽകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ന് നമ്മുടെ മുന്നിലുള്ള വലിയ ഒരു മാനവിക ദുരന്തം, മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവത്തിന്റെ കോപത്താൽ മനുഷ്യൻ സൃഷ്ടിച്ചെടുത്ത ഒരു വലിയ ദുരന്തമാണ് നമ്മൾ ഇന്ന് കണ്ട വയനാടിന്റെ ദുരന്തം. മനുഷ്യന് കയറിച്ചെല്ലാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലെല്ലാം മനുഷ്യൻ കയറിച്ചെന്ന് ആവാസ വ്യവസ്ഥയെ തകർത്തുകൊണ്ടുള്ള ജീവിത നിലവാരം മെച്ചപ്പെടുത്തുമ്പോൾ പ്രകൃതി അതിനെതിരെ പ്രതികരിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മുടെ നാട്ടിലും വലിയ ആശങ്ക ഉയർത്തിക്കൊണ്ട് പാണ്ടൻ മലയുടെ അടിവാരങ്ങളിലൊക്കെ വലിയ ഗർത്തങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വെള്ളങ്ങൾ സംഭരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനൊക്കെതിരെ നമ്മൾ ശക്തമായി ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടാകും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VS പൊന്നമ്മ ടീച്ചർ, പ്രധാനാധ്യാപിക സൂസമ്മ, ഗ്രാമപഞ്ചായത്ത് അംഗം അബുബക്കർ എന്ന കുഞ്ഞാണി, PTA പ്രസിഡന്റ് കബീർ കക്ര, SMC ചെയർമാൻ ഷമീർ, ജാഫർ എന്നിവർ പങ്കെടുത്തു. അറിഞ്ഞോ, കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം. +2 കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു. ബിസ്മാർട്ട് അബാക്കസിന്റെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം. ആഴ്ചയിൽ 1 ദിവസം ജോലിയും വരുമാനവും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം. 20,000-ഓളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു. ബിസ്മാർട്ട് അബാക്കസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും. കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക. ബിസ്മാർട്ട് അബാക്കസ് 9447164411.